ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഊട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുള്ളൂ. ഇതാ നമ്മൾ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, പിന്നെ ഒരു സവാള കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഈ സാമ്പാറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ പരിപ്പ് ചേർക്കാതെ കേട്ടോ സാമ്പാർ റെഡിയാക്കണതേ. പരിപ്പ് എല്ലാവർക്കും പറ്റിക്കോളണമെന്നില്ലല്ലോ. വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കൊന്നും അധികം എന്താ പറയുക, നമ്മളെ പരിപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണേ. ഇതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ നമ്മൾ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ ഇവിടെ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ സാമ്പാർ പൊടി ചേർക്കാത്ത ആളുകളുണ്ടെങ്കിൽ കുറച്ച് ഉലുവയും കൂടി നമ്മൾ ഈ കായം വറുക്കണ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ മുളക് പൊടി നമ്മൾ കുറച്ച് ചേർത്താൽ മതി, സാമ്പാറിനധികം എരിവ് പാടില്ലല്ലോ. ഇത് മുഴുവൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വറുത്തെടുത്തിട്ട് അരയ്ക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് സാമ്പാർ പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വേണം കേട്ടോ അത് പിന്നെ വറുത്തെടുക്കാനേ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പൊടികളൊക്കെ എല്ലായിടത്തേക്കും ആയിട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം ഇതിട്ട് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കണേ. നമ്മൾ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ വറുത്ത മസാല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കണത് പുളി കേട്ടോ. ആവശ്യത്തിന് പുളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാറിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആഫ്രിക്കൻ മല്ലിയില, അത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഒരു 4 പീസ് നമ്മൾ ചേർത്തെടുക്കണത്. ഒരു 4 ഇല, വലുതാണെങ്കിൽ ഒരു ഒറ്റ ഇല മതി. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണേ. നമുക്ക് പാകത്തിന് വെള്ളമാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക വറുത്ത് ചേർക്കണവരുണ്ട് കേട്ടോ, അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. വെണ്ടയ്ക്ക ഒന്ന് ഉടഞ്ഞു പോവാതെ കിട്ടും. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ.
ഒക്കെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതാ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിടാം. ഒരു വിസിലടിച്ച് ഗ്യാസൊക്കെ അപ്പോൾ നമ്മൾ വറവിടാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടോ നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടോ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നമ്മളെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.